പകുതി വില തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് നേതാവ് ഷീബ സുരേഷിന്റെ വീട്ടിൽ ഇ.ഡി. റെയ്ഡ്. അനന്തുവിന്റെ സാമ്പത്തിക ഇടപാടിൽ ഷീബയ്ക്ക് നേരിട്ട് പങ്കുള്ളതായാണ് ഇ.ഡിയുടെ കണ്ടെത്തൽ. ഷീബയെയും ഭർത്താവിനെയും വിദേശത്ത് നിന്ന് വിളിച്ചു വരുത്തിയാണ് റെയ്ഡ് നടത്തുന്നത്. കുമളിയിലെ വീട് നേരത്തെ ഇ.ഡി സീൽ ചെയ്തിരുന്നു. വിവരങ്ങളുമായി ആൽവിൻ തോമസ് ചേരുന്നു ഇടുക്കിയിൽ നിന്ന്. ആൽവിൻ, റെയ്ഡ് ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ഷീബ സുരേന്ദ്രന്റെ കുമളിയിലെ വീട് നേരത്തെ ഇ.ഡി സീൽ ചെയ്തിരുന്നു. സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അഡ്വാൻസ്ഡ് റിസർച്ച് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ചെയർപേഴ്സൺ കൂടിയാണ് ഷീബ. മുൻ കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് ഷീബ നേരത്തെ വിദേശത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ ഇ.ഡി കുമളിയിലെ വീട്ടിലെത്തി നേരത്തെ വീട് സീൽ ചെയ്തുകൊണ്ട് ഉള്ള നടപടി സ്വീകരിച്ചിരുന്നത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഷീബയെയും ഭർത്താവ് സുരേഷിനെയും വിദേശത്ത് നിന്ന് വിളിച്ചു വരുത്തി ഇപ്പോൾ റെയ്ഡ് നടപടികൾ പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ഷീബയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. NGO കോൺഫെഡറേഷന്റെ ബോർഡ് അംഗവും കൂടിയാണ് ഷീബ. ഷീബയുടെ വിദേശത്തായിരുന്നതിലാണ് നേരത്തെ ഇ.ഡി അത്തരമൊരു നടപടി സ്വീകരിച്ചതെങ്കിൽ ഇപ്പോൾ കുമളിയിലെ വീട്ടിൽ ഇവരെ വിളിച്ചു വരുത്തി നിലവിൽ റെയ്ഡ് നടക്കുകയാണ്. പാതിവില സാധനങ്ങൾ നൽകിയിരുന്ന പരിപാടികളിലൊക്കെ ഈ സജീവ സാന്നിധ്യമായിരുന്നു ഷീബ ഉണ്ടായിരുന്നത്. ഈ അനന്തകൃഷ്ണന്റെ പരിപാടികളുമായി ബന്ധപ്പെട്ട ഈ സാധനങ്ങൾ പകുതി വിലയ്ക്ക് നൽകുന്ന എല്ലാ പരിപാടികളിലെയും സജീവ സാന്നിധ്യമായിരുന്നു ഷീബ ഉണ്ടായിരുന്നത്. ഷീബയ്ക്ക് ഈ അനന്തവുമായി ചില സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്നുള്ളത് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇ.ഡിയുടെ തുടർ നടപടികൾ ഉണ്ടായത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഇ.ഡി ഇവരെ വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും ഒപ്പം തന്നെ ഈ വീട് പരിശോധന നടത്തുകയും ചെയ്യുന്നത്. ഈ പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ് അറിയുന്നത്. നമുക്ക് കൊച്ചിയിൽ നിന്നുള്ള ഇ.ഡി യൂണിറ്റാണ് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ആൽവിൻ, ഷീബ സുരേഷും കുടുംബവും അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുകയാണോ? ഷീബയെയും ഭർത്താവ് സുരേഷിനെയും വിളിച്ചു വരുത്തിയുള്ള അന്വേഷണമാണ്. അതുകൊണ്ട് തന്നെ അവർ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും തുടർന്നും സഹകരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇ.ഡി നൽകിയിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് ഇവർ ഏതെങ്കിലും തരത്തിൽ വിയോജിപ്പുണ്ടെങ്കിൽ അത് കോടതി വഴി മൂവ് ചെയ്യുമെന്നുള്ളതാണ് ഇ.ഡി അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ഈ അന്വേഷണത്തോട് സഹകരിക്കും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ അവരുടെ ഭാഗത്തു നിന്നും അവരുടെ പ്രതികരണം ഉണ്ടാകുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അവർക്ക് വേറെ പങ്കില്ല എന്നുള്ളതാണ് അവരുടെ ഭാഗം അവർ പറയുന്നത്. അനന്തവുമായി അറിയാം, അനന്തുവിന്റെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. അനന്തു ഈ പാതി വിലയ്ക്ക് സാധനങ്ങൾ നൽകിയപ്പോഴൊക്കെയും ഒപ്പം ഈ പരിപാടികളിലൊക്കെയും സജീവമായിരുന്നു. പക്ഷേ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഷീബയുടെ വാദം. അതിന് ഇ.ഡി പക്ഷേ അത്രത്തെ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ഈ അനന്തവുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇ.ഡിയുടെ ഒരു പ്രാഥമികമായ വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു റെയ്ഡും ഷീബയെ വിദേശത്ത് നിന്ന് പോലും വിളിച്ചു വരുത്തി ഷീബയെയും ഭർത്താവിനെയും വിളിച്ചു വരുത്തിയുള്ള ഇത്തരം റെയ്ഡ് ഇപ്പോൾ ഇ.ഡി തുടരുന്നത്. ആൽവിൻ, അതോടൊപ്പം ഈ ഷീബ സുരേഷിന്റെ ഈ റെയ്ഡ് സംബന്ധിച്ച് ഇ.ഡി ഏതെങ്കിലും തരത്തിൽ ഇ.ഡി സീൽ ചെയ്തതിന് ശേഷമാണ് ഈ റെയ്ഡിലേക്ക് പോകുന്നത്, ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ഇ.ഡിയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ടോ? കഴിഞ്ഞ ആഴ്ചയാണ് ഇ.ഡി ഈ വീട് റെയ്ഡ് ചെയ്തത്. റെയ്ഡിനായി എത്തുകയും അവിടെ ആളില്ല എന്നറിഞ്ഞപ്പോൾ അത് സീൽ ചെയ്യുകയും ചെയ്തത്. അങ്ങനെയാണ് ഇവർ വിദേശത്താണ് എന്നുള്ളത് മനസ്സിലായത്. ഷീബയും അതോടൊപ്പം തന്നെ ഭർത്താവും വിദേശത്താണ് എന്നുള്ളത് ഇ.ഡിക്ക് ബോധ്യമായത്. അതേ തുടർന്നാണ് ഈ വീട് സീൽ ചെയ്തത്. ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ അതിനുള്ളിലുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുന്ന രേഖകൾ അതിലുണ്ടെങ്കിൽ അത് പുറത്തു പോകാതിരിക്കാൻ വേണ്ട നടപടികൾക്കായാണ് ഇ.ഡി അത്തരമൊരു നടപടി സ്വീകരിച്ചത്. നേരത്തെ കഴിഞ്ഞ ആഴ്ചയാണ് ഈ വീട് സീൽ ചെയ്യുന്നത്. പിന്നീട് അതിനുശേഷമാണ് ഇപ്പോൾ റെയ്ഡിനായി തന്നെ എത്തുകയും റെയ്ഡിനായി എത്തുമ്പോൾ ഇവരെ വിളിച്ചു വരുത്തുകയും ചെയ്തിട്ടുള്ളത്. അവരെ വിളിച്ചു വരുത്തിയാണ് ഈ റെയ്ഡ് നടത്തുന്നത്. അവർക്ക് കോൺഗ്രസ് നേതാവ് ഷീബ സുരേഷിന്റെ ഇടുക്കിയിലെ വീട്ടിൽ ഇ.ഡി റെയ്ഡ് തുടരുകയാണ്. വിവരങ്ങൾ നൽകിയായിരുന്നു ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ്.